ലോകത്ത് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണിയെ നേരിടുന്ന ഏക ജീവി തവളയാണ്. ഞാൻ സ്കൂളുകളിലൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എല്ലാ ആൾക്കാർക്കും ഒന്നിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആവണം. ഇതെല്ലാം നല്ല കാര്യമാണ്. കാരണം അവരാരും മോശക്കാരില്ല. അവരെല്ലാം വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും അവരെല്ലാം വളരെ ലോകത്ത് അറിയപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ അത് മാത്രമല്ല സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ജീവജാലങ്ങളെക്കുറിച്ച് അറിയുന്നതും അതിനെ സംരക്ഷിക്കപ്പെടുന്നതും കൂടെ കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത്. നമ്മളെ പണ്ടേ പഠിച്ചു വെച്ചിരുന്ന കടുവ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാടുകളും സംരക്ഷിക്കും. അത് ഒരു പരിധിവരെ ശരിയാണ്, പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. ഞാനടങ്ങുന്ന ഒരു ജീവജാലങ്ങളുടെ ഒരു സമൂഹമാണ് ഒരു പ്രകൃതി എന്നുള്ള നിലയ്ക്കുള്ള ചിന്ത. അത് വളർത്തിയെടുക്കാൻ നമുക്ക് എനിക്ക് തോന്നുന്ന അധ്യാപകരെക്കാളും ടെക്സ്റ്റ് ബുക്കിനേക്കാളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം അച്ഛനും അമ്മയാണ്. പരിണാമത്തിന്റെ പഠനം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ പരിണാമം പഠിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു.